എന്നും ഒരേപോലെ മീൻകറി വെക്കാതെ ഇതുപോലെ പുതുമയുള്ള ഒരു മീൻകറി ഒന്ന് വെച്ച് നോക്കണം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കുക്ക് സോപ്പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പം നമുക്ക് ഈ മീൻകറി വെക്കാൻ തുടങ്ങാം അല്ലേ. ഇതിന് 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് വറ്റയാണ്. വറ്റയുടെ കഷ്ണങ്ങൾ വൃത്തിയാക്കി ചെറുതാക്കി വെച്ചിരിക്കുന്നത്. മാങ്ങായാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. ഒരു മാങ്ങ നല്ല പുളിയുള്ള മാങ്ങായാണ്. ഒരു കഷ്ണം ഇഞ്ചി, 10 ചുവന്നുള്ളി, ഒരു 7-8 വെളുത്തുള്ളി അല്ലി, ഒരു തക്കാളിപ്പഴം. ഇതൊരു മുഴുത്ത തക്കാളിപ്പഴമാണ്. 2 പച്ചമുളക്, ഇത് നല്ല എരിവുള്ളതാണ്. 1/4 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ഇതിൻ്റെ അകത്ത് കുരുമുളകാണ്. ഇത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകുണ്ട്. പൊടി എടുക്കുവാണെങ്കിൽ 1/4 ടീസ്പൂൺ എടുത്താൽ മതി. ഉപ്പ്, കറിവേപ്പില, വെളിച്ചെണ്ണ, വെള്ളം. മാങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ തൊലി ചെത്തിയാണ് അരിഞ്ഞിരിക്കുന്നത്. ചിലർ തൊലി ചെത്താറില്ല, അങ്ങനെയുള്ളവരങ്ങനെ തന്നെ ചെയ്യുക. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ്, ഉള്ളി ഒന്ന് ചെറുതാക്കി വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ചെറുതായതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്, തക്കാളിപ്പഴം അരിഞ്ഞും വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് വെളുത്തുള്ളി ആദ്യം ചേർക്കാം. ചുവന്നുള്ളി ഞാൻ വലുതായതുകൊണ്ടൊന്ന് ചെറുതാക്കി വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഇഞ്ചിയും കൂടെ ചേർക്കാം. ഇതൊന്ന് വഴന്ന് വരണം. പച്ചട്ട് വേപ്പിന് മാറി കിട്ടണം. അല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി കിട്ടണം. ഇഞ്ചി ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നന്നായിട്ട് പച്ചക്കറിയൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ചേർക്കാം. ആ കൂടെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇതൊന്ന് വഴന്ന് വരണം. അതായത് ഇതിൻ്റെ പൊടികളുടെ പച്ചമണം ഉണ്ടല്ലോ, അതൊന്ന് മാറിക്കിട്ടണം. എന്നാൽ ഒത്തിരി അങ്ങോട്ട് മൂത്തും പോകണ്ട. ഇപ്പം പൊടികളുടെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് തേങ്ങ ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളകും ചേർക്കാം. ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മതി, അങ്ങോട്ട് വറുത്ത് പോകണ്ട. ഇതെന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നത് ആ തേങ്ങയുടെ പച്ചപ്പൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി മാത്രമാണ്. പച്ചത്തേങ്ങ അരയ്ക്കുന്നത് ഇങ്ങനെ ഒരല്പം ചൂടാക്കി അരയ്ക്കുന്നത് തമ്മിൽ കറിക്ക് ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. തേങ്ങ ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. ഇനി ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഉള്ളി, മുളക് ഇതെല്ലാം കൂടെ വഴറ്റി കൂട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിനെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം. വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാൻ. നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിപ്പം നന്നായി അരച്ചിട്ടുണ്ട്. മീൻ കറി ആയതുകൊണ്ട് ഞാനൊരു മൺചട്ടിയിലാണ് വെക്കുന്നത്. നമ്മളിപ്പോൾ അരച്ച ഈ അരപ്പ് മൺചട്ടിയിലേക്ക് ചേർക്കാം. ജാറ് കഴുകി കുറച്ച് വെള്ളം ചേർക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിന് ഇതിനെ തീ കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കാം. അതുപോലെ പച്ചമുളകും ചേർക്കാം.
ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. ആ കൂട്ട് തിളച്ച് വരുന്ന സമയത്തിന് നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഞാൻ ആ ജാറിലേക്ക് തന്നെയാണ് തേങ്ങയും അരയ്ക്കാൻ ചേർക്കുന്നത്. വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. തേങ്ങ നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ അരപ്പ് കൂട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. തേങ്ങ അരച്ച് ഒഴിക്കാനുള്ളതായതുകൊണ്ട് ഞാനിപ്പം കൂടുതൽ വെള്ളം ഒഴിക്കുന്നില്ല. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇപ്പം മീൻ ഇട്ടതല്ലേ ഉള്ളൂ, അതുകൊണ്ട് പൊടിഞ്ഞു പോകത്തില്ല. നമ്മൾ സ്പൂണ് കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ഉലുവാപ്പൊടിയുടെ പകുതി ചേർക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ മീനിട്ട ശേഷം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കാം. തേങ്ങയും കുരുമുളകും കൂടെ അരച്ചത് ചേർക്കാം. ജാറ് കഴുകി അല്പം വെള്ളം കൂടെ ചേർക്കുവാണ്. ഇനി സ്പൂൺ കൊണ്ട് ഇളക്കരുത്, ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം തീ കുറച്ചിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പം ചെറുതീയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് മീനൊക്കെ വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് നോക്കണം. ഇനി അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി, ഇതിൻ്റെ അകത്ത് കടുക് വറുക്കുമല്ല പച്ചവെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഒരു 2 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. ഇനി നമുക്കിതൊന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒരു കറി വെച്ചിട്ടില്ലെങ്കിൽ ഇനി ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. വളരെ രുചികരമാണ് ഈ കറി. ഇത് ചോറിന് മാത്രമല്ല, ചപ്പാത്തിക്കും ദോശയ്ക്കും ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.